കണ്ടില്ലെന്ന് നടിച്ചിരിക്കാൻ എങ്ങനെ കഴിയും അധികാരികളെ നമ്മുടെ നാടിൻ നെഞ്ചിലൂടെ കടന്നു പോകും റോഡിനവസ്ഥ സ്വർണ്ണ വ്യാപാര രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സംശുദ്ധ സ്വർണം, പരിശുദ്ധ സ്വർണം, അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൂടെ മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വണ്ടൂർ അത്താണി കയറ്റം പാലമടം വെള്ളാമ്പുറം റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പാലമടം ജംഗ്ഷനിൽ നടന്ന ഉപരോധ സമരം ജനകീയ സമിതി കൺവീനർ എം ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കടന്നു പോകും റോഡിനവസ്ഥ കുണ്ടും കുഴിയും കുളവും വെള്ളവും നടക്കും അനീതിക്കെതിരെ എന്താ ഞങ്ങൾ പൊട്ടന്മാരോ കണ്ടില്ലെന്ന് നടിച്ചിരിക്കാൻ അഞ്ചാം വാർഡും നാലാം വാർഡും കൂടിച്ചേരും നാടിനവസ്ഥ കണ്ടില്ലെന്ന് നടിച്ചിരിക്കാൻ എങ്ങനെ കഴിയും അധികാരികളെ? നിങ്ങൾക്കറിയാം, നമ്മൾ ഈ റോഡ് 9 വർഷത്തോളമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ വളരെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡായിരുന്നു. വളരെ മോശം. അതായത് സഹ്യ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വളരെ ഇടങ്ങറായ രീതിയിലാണ് അങ്ങോട്ട് കോളേജിലേക്ക് പോയിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ബീവറേജ് വന്നിട്ടുണ്ട്. ബീവറേജ് വന്നതിന് ശേഷം പിന്നെ ആ റോഡ് പെട്ടെന്നാണ്ട് ഒരു മഴയത്ത് ആ ബീവറേജിന്റെ പരിസരത്തിലെ റോഡ് നാശമായി കഴിഞ്ഞു. 2-3 ദിവസങ്ങൾക്കുള്ളിൽ ആ ബീവറേജിന്റെ പരിസരത്തുള്ള റോഡുകൾ കംപ്ലീറ്റ് സർക്കാർ ശരിയാക്കി കൊടുത്തു. ഇവിടെ ഉന്നത വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികളുണ്ട്, അതുപോലെ മുതിർന്ന സ്ഥാനത്തേക്ക് പോകുന്ന മക്കൾ പഠിക്കുന്ന കോളേജാണ് ഇവിടെ. വെള്ളാമ്പ്രം സ്കൂൾ പഠിക്കുന്നുണ്ട്. വെള്ളാമ്പ്രം സ്കൂളിന്റെ അവസ്ഥ അറിയില്ലേ? വെള്ളാമ്പ്രം സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ 2 ദിവസം റോഡ് ബ്ലോക്കായിട്ട് സ്കൂൾ അടച്ചിട്ടിട്ട് ഒരാഴ്ചയോളം വെള്ളാമ്പ്രം സ്കൂളിലത്തെ ടീച്ചർമാർ പാലാമ്പരത്ത് വന്ന് നിന്നിരുന്നു. എന്തിന്? ഈ കുട്ടികളെ റോഡ് ബ്ലോക്കായതിനു ശേഷം അങ്ങോട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജനങ്ങൾ അതിർപ്പത്തോടെ വളരെ ആവേശത്തോടു കൂടെ റോഡ് പണിയാണ് ഈ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ആ റോഡ് പണി ഇപ്പം എന്തായി നമ്മളെല്ലാവർക്കും കണ്ടറിയാം. കാരണം 2 മാസമായിട്ടില്ല, 5 വർഷമാണ് റോഡ് പണിയുടെ കാലാവധി. 5 വർഷം പോട്ടെ, 1 വർഷമായതിന്റെ മുന്നേ തന്നെ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു. 2 മാസമായപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞു. ഇനി ഞങ്ങൾ പ്രതിഷേധിക്കുകയല്ലാതെ യാതൊരു നിവർത്തിയില്ല. കാരണം ഞങ്ങൾ ഈ പ്രതിഷേധം നിർത്തണമെങ്കിൽ ഉന്നത അധികാരികൾ വന്നിട്ട് ഞങ്ങളോട് പറയണം, വാക്ക് തരണം ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾക്ക്. ഇന്നലെ ഞങ്ങൾ ഈ പ്രതിഷേധം നിർത്തുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഈ പ്രതിഷേധമായിട്ട് മുന്നിലേക്ക് പോകും. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോ ഏതെങ്കിലും നേതാവോ ഇതിന്റെ പേരിൽ 10ന്റെ പൈസ നുകർന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ നൂറുദ്ദീന് കൊണ്ടേ കൊടുത്തോളി. കാരണം ഈ പ്രശ്നം തീരുന്നത് ഈ റോഡ് വേറെ നേതാവ് പാലാമത് വിളിച്ചു പറഞ്ഞത്രേ, അത് നൂറെ പ്രശ്നമല്ല, ആ കുണ്ടും കുഴി അടച്ചു പോയാൽ മതി. പറ്റൂല, ഓന്റെ അണ്ണാക്ക് കൊണ്ട് തിരികാൻ പറയും ഞങ്ങൾ. കാരണം ഈ റോഡിന്റെ ഫുൾ ടാറിങ് കഴിയുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. അത് ഞങ്ങൾക്ക് അധികാരികൾ, ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. കാരണം ഞങ്ങൾ നാട്ടുകാരാ. കാലങ്ങളായി തകർന്നു കിടന്നിരുന്ന റോഡ് ഈ അടുത്താണ് നവീകരിച്ചിരുന്നത്. പ്രവൃത്തി നടന്ന് ആഴ്ചകൾ പിന്നിടുമ്പോൾ തന്നെ റോഡ് തകർന്നു തുടങ്ങിയിരുന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് ആരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. 15 മിനിറ്റ് സമയം സമരക്കാർ റോഡ് ഉപരോധിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ ജനകീയ സമിതി ചെയർമാൻ CT സക്കീർ അധ്യക്ഷത വഹിച്ചു. K ജംഷീർ, CT ബഷീർ, EM രാജേഷ്, M അനീഷ്, V മുൻഷീർ, CT സൈനബ, CT സഫീർ എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ.